നമസ്കാരം. PSC സിമ്പിൾ ടിപ്സ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1. The most common cause of accident in the workshop is a defective parts, B. defective equipment, C. failure to follow instructions, D. faulty workmanship. വർക്ക്ഷോപ്പിൽ അപകടത്തിന് ഏറ്റവും സാധാരണമായ കാരണം ഇവയാണ്: എ. തകരാറുള്ള ഭാഗങ്ങൾ, ബി. തകരാറുള്ള ഉപകരണങ്ങൾ, സി. നിർദ്ദേശങ്ങൾ പാലിക്കാത്തത്, ഡി. തകരാറുള്ള ജോലി. ആൻസർ സി. ഫെയിലിയർ ടു ഫോളോ ഇൻസ്ട്രക്ഷൻസ്. 2. വാട്ട് ഇസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് സെന്റർ പഞ്ച്? സെന്റർ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ എന്താണ്? എ. 30 ഡിഗ്രി, ബി. 45 ഡിഗ്രി, സി. 60 ഡിഗ്രി, ഡി. 90 ഡിഗ്രി. ആൻസർ ഡി. 90 ഡിഗ്രി. 3. വാട്ട് ഡസ് ദി എ സ്റ്റാൻഡ് ഫോർ ഇൻ ABC of ഫസ്റ്റ് എയ്ഡ്? പ്രഥമ ശുശ്രൂഷയുടെ എബിസിയിൽ എ എന്താണ് സൂചിപ്പിക്കുന്നത്? എ. ആംബുലൻസ്, ബി. എയർവേ, സി. അലേർട്ട്, ഡി. ആർട്ടറി. ആൻസർ ബി. എയർവേ. 4. വാട്ട് ഇസ് ദ പിച്ച് ഡിസ്റ്റൻസ് ഓഫ് എ മെട്രിക് മൈക്രോമീറ്റർ സ്പിൻഡിൽ ത്രെഡ്? ഒരു മെട്രിക് മൈക്രോമീറ്റർ സ്പിൻഡിൽ ത്രെഡിന്റെ പിച്ച് ദൂരം എന്താണ്? എ. 1/2 മില്ലിമീറ്റർ, ബി. 0.05 മില്ലിമീറ്റർ, സി. 0.2 മില്ലിമീറ്റർ, ഡി. 0.02 മില്ലിമീറ്റർ. ആൻസർ എ. 1/2 മില്ലിമീറ്റർ. 5. The purpose of feeler gauge is a. checking angle of screw thread, b. checking clearances between mating surfaces, c. checking radius of a job, d. checking contour of a profile of a job. ഫീലർ ഗേജിന്റെ ഉദ്ദേശ്യം ഇതാണ്: എ. സ്ക്രൂ ത്രെഡിന്റെ ആംഗിൾ പരിശോധിക്കൽ, ബി. ഇണചേരൽ പ്രതലങ്ങൾക്കിടയിലുള്ള ക്ലിയറൻസുകൾ പരിശോധിക്കൽ, സി. ഒരു ജോബിന്റെ ആരം പരിശോധിക്കൽ, ഡി. ഒരു ജോബിന്റെ പ്രൊഫൈലിന്റെ കോണ്ടോർ പരിശോധിക്കൽ. ആൻസർ ബി. checking clearances between mating surfaces. 6. The hand tool used for making internal thread. ആന്തരിക ത്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൈ ഉപകരണം: എ. ടാപ്പ്, ബി. ഡൈ, സി. റീമർ, ഡി. സ്ക്രാപ്പർ. ആൻസർ എ. ടാപ്പ്. 7. Which of the following is not a part of drilling machine? ഇനിപ്പറയുന്നവയിൽ ഏതാണ് ഡ്രില്ലിംഗ് മെഷീനിന്റെ ഭാഗമല്ലാത്തത്? എ. സ്പിൻഡിൽ, ബി. കോളം, സി. മാൻഡ്രിൽ, ഡി. ഹെഡ്. ആൻസർ സി. മാൻഡ്രിൽ. 8. Which component is used to prevent leakage between cylinder and cylinder head? സിലിണ്ടറിനും സിലിണ്ടർ ഹെഡിനും ഇടയിലുള്ള ചോർച്ച തടയാൻ ഏത് ഘടകം ഉപയോഗിക്കുന്നു? എ. റിവറ്റ്, ബി. സ്റ്റഡ്, സി. വെൽഡിംഗ്, ഡി. ഗാസ്കറ്റ്. ആൻസർ ഡി. ഗാസ്കറ്റ്. 9. The thread angle of an isometric thread is. ഒരു ഐസോമെട്രിക് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ: എ. 47.5 ഡിഗ്രി, ബി. 55 ഡിഗ്രി, സി. 60 ഡിഗ്രി, ഡി. 90 ഡിഗ്രി. ആൻസർ സി. 60 ഡിഗ്രി. 10. For cutting soft materials, the hacksaw blade should have. മൃദുവായ വസ്തുക്കൾ മുറിക്കുന്നതിന് ഹാക്സോ ബ്ലേഡിൽ ഇവ ഉണ്ടായിരിക്കണം: എ. coarse pitch, ബി. medium pitch, സി. fine pitch, ഡി. all the above mentioned. ആൻസർ എ. coarse pitch. 11. The electrolyte used in the lead acid storage batteries is a solution of. ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഇനിപ്പറയുന്നവയുടെ ഒരു പരിഹാരമാണ്: എ. hydrochloric acid, സി. സൾഫ്യൂറിക് ആസിഡ്, ബി. ഫോസ്ഫോറിക് ആസിഡ്, ഡി. ബോറിക് ആസിഡ്. ആൻസർ സി. സൾഫ്യൂറിക് ആസിഡ്. 12. Which test is used to determine whether the battery plates are defective or not? ബാറ്ററി പ്ലേറ്റുകൾ തകരാറിലാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ ഏത് പരിശോധനയാണ് ഉപയോഗിക്കുന്നത്? എ. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, സി. ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ്, ബി. ഓപ്പൺ വാൾട്ട് ടെസ്റ്റ്, ഡി. കാഡ്മിയം ടെസ്റ്റ്. ആൻസർ ഡി. കാഡ്മിയം ടെസ്റ്റ്. 13. Which of the following is provided to charge the battery constantly? ബാറ്ററി നിരന്തരം ചാർജ് ചെയ്യാൻ ഇനിപ്പറയുന്നവയിൽ ഏതാണ് നൽകിയിരിക്കുന്നത്? എ. ignition coil, ബി. generator, സി. fuse box, ഡി. EQ. ആൻസർ ബി. generator. 14. A starter solenoid consists of 2 coils. These are called. ഒരു സ്റ്റാർട്ടർ സോളിനോയിഡ് 2 കോയിലുകൾ ഉൾക്കൊള്ളുന്നു. ഇവയെ വിളിക്കുന്നു: എ. push in and pull out, ബി. push in and hold out, സി. pull in and hold in, ഡി. pull in and push out. ആൻസർ സി. pull in and hold in. 15. In an alternator the magnetic field produced in the. ഒരു ആൾട്ടർനേറ്ററിൽ കാന്തികക്ഷേത്രം ഇനിപ്പറയുന്നവയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു: എ. rotor, സി. frame, ബി. stator, ഡി. regulator. ആൻസർ എ. rotor. 16. Which one of the following can be used to convert AC to DC? എ. സിയെ ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഇനിപ്പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കാൻ കഴിയുക? എ. rectifier, ബി. induction coil, സി. condenser, ഡി. brushes. ആൻസർ എ. rectifier. 17. In a starter motor,
The field windings are wound around. ഒരു സ്റ്റാർട്ടർ മോട്ടോറിൽ ഫീൽഡ് വിൻഡിങ്ങുകൾ ഇവയ്ക്ക് ചുറ്റും വളഞ്ഞിരിക്കുന്നു. ആമച്ചോ. ബി കോമ്യൂട്ടേറ്റർ. സി ബ്രഷ്. ഡി പോൾ ഷൂസ്. ആൻസർ ഡി പോൾ ഷൂസ്. 18. എനി ഷോർട്ട് സർക്യൂട്ട് ഇൻ ആമച്ചോ വൈൻഡിങ്സ് മേ ബി ടെസ്റ്റഡ് വിത്ത്. ആർമേച്ചർ വിൻഡിങ്ങുകളിലെ ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ്. എ വോൾട്ട്മീറ്റർ. ബി ഗ്രൗളർ. സി മൾട്ടിമീറ്റർ. ഡി നൺ ഓഫ് ദി അബവ്. ആൻസർ ബി ഗ്രൗളർ. 19. For aiming the headlights, the distance between the headlight and screen should be. ഹെഡ്ലൈറ്റുകൾ ലക്ഷ്യമിടുന്നതിന് ഹെഡ്ലൈറ്റിനും സ്ക്രീനിനുമിടയിലുള്ള ദൂരം ഇതായിരിക്കണം. എ 1.6 മീറ്റർ. ബി 4.6 മീറ്റർ. സി 7.6 മീറ്റർ. ഡി 10.6 മീറ്റർ. ആൻസർ സി 7.6 മീറ്റർ. 20. The lamps are protected from overloading by. വിളക്കുകൾ ഓവർലോഡിംഗിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഇവയാണ്. A fuse. ബി സ്വിച്ച്. സി കപ്പാസിറ്റർ. ഡി ഹാർനസ്. ആൻസർ a fuse. 21. Distance traveled by the piston in moving from top dead center to bottom dead center is called. ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് നീങ്ങുമ്പോൾ പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദൂരത്തെ ഇങ്ങനെ വിളിക്കുന്നു. A stroke. ബി ബോ. സി എൻജിൻ കപ്പാസിറ്റി. ഡി എൻജിൻ ടോർക്ക്. ആൻസർ a stroke. 22. The efficiency of an auto cycle is increased by increasing. ഓട്ടോസൈക്കിളിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ വർദ്ധിപ്പിക്കുന്നു. A temperature ratio. സി compression ratio. ബി pressure ratio. ഡി none of the above. Answer സി compression ratio. 23. For the condition of maximum pressure and heat supplied, a auto cycle is more efficient than diesel cycle. B diesel cycle is more efficient than auto cycle. C dual cycle is more efficient than auto and diesel cycle. D dual cycle is less efficient than auto and diesel cycle. പരമാവധി മർദ്ദത്തിന്റെയും താപത്തിന്റെയും അവസ്ഥയ്ക്ക് ആ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിളിനേക്കാൾ കാര്യക്ഷമമാണ്. ബി ഡീസൽ സൈക്കിൾ ഓട്ടോ സൈക്കിൾ. സി ഓട്ടോ ഡീസൽ സൈക്കിളിനേക്കാൾ കാര്യക്ഷമമാണ് ഡ്യുവൽ സൈക്കിൾ. ഡി ഓട്ടോ ഡീസൽ സൈക്കിളിനേക്കാൾ കാര്യക്ഷമത കുറഞ്ഞതാണ് ഡ്യുവൽ സൈക്കിൾ. ആൻസർ ബി ഡീസൽ സൈക്കിൾ is more efficient than auto cycle. 24. The firing order in case of 6-cylinder inline engine is usually. 6-സിലിണ്ടർ ഇൻലൈൻ എഞ്ചിന്റെ കാര്യത്തിൽ ഫയറിംഗ് ഓർഡർ സാധാരണയായി എ 1 6 3 5 2 4. ബി 1 3 5 2 4 6. സി 1 4 5 6 3 2. ഡി 1 5 3 6 2 4. ആൻസർ ഡി 1 5 3 6 2 4. 25. In a 4-stroke cycle diesel engine the inlet valve opens. ഒരു 4-സ്ട്രോക്ക് സൈക്കിൾ ഡീസൽ എഞ്ചിനിൽ ഇൻലെറ്റ് വാൽവ് തുറക്കുന്നത്. എ 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ബിഫോർ ടി ഡി സി. ബി 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ആഫ്റ്റർ ടി ഡി സി. സി 39 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ബിഫോർ ടി ഡി സി. ഡി 39 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ആഫ്റ്റർ ടി ഡി സി. ആൻസർ എ 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ബിഫോർ ടി ഡി സി. 26. A 4-stroke petrol engine theoretically works on. ഒരു 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ സൈദ്ധാന്തികമായി പ്രവർത്തിക്കുന്നത്. A diesel cycle. C auto cycle. B Stirling cycle. D Joule cycle. Answer C auto cycle. 27. The compression ratio for diesel engine varies from. ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ അനുപാതം ഇനിപ്പറയുന്നവയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു. എ 3 to 6. ബി 20 to 30. സി 5 to 8. ഡി 15 to 20. ആൻസർ ഡി 15 to 20. 28. What is the piston speed of an engine when it runs at nrpm and its length of stroke is L? ഒരു എഞ്ചിൻ nrpl പ്രവർത്തിക്കുകയും അതിന്റെ സ്ട്രോക്ക് ദൈർഘ്യമിലായിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിസ്റ്റൺ വേഗത എത്രയാണ്? എ 0.5 ln. ബി ln. സി 2 ln. ഡി 4 ln. ആൻസർ സി 2 ln. 29. Stroke length of an IC engine equals. ഒരു IC എഞ്ചിന്റെ സ്ട്രോക്ക് ദൈർഘ്യം തുല്യമാണ്. A half the crank radius. C twice the crank radius. B the crank radius. D 4 times the crank radius. Answer C twice the crank radius. 30. The cross-sectional area of one cylinder of an engine multiplied by its stroke length is called. ഒരു എഞ്ചിന്റെ ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയെ അതിന്റെ സ്ട്രോക്ക് നീളം കൊണ്ട് ഗുണിച്ചാൽ ഇങ്ങനെ വിളിക്കും. A engine capacity. B clearance volume. C combustion volume. D swept volume. Answer D swept volume. 31. A dash is used in the piston head to control compression ratio and detonation. കംപ്രഷൻ അനുപാതവും സ്ഫോടനവും നിയന്ത്രിക്കാൻ പിസ്റ്റൺ ഹെഡിൽ ഒരു ഡാഷ് ഉപയോഗിക്കുന്നു. A compression rings.
B. Dish. C. Piston pin. D. Deflector. Answer B. Dish. 32. The cast iron is mainly used material for cylinder block because of A. It has sound damping properties. B. It has a low value of coefficient of thermal expansion. C. Due to its slightly porous nature. D. All of the above. സിലിണ്ടർ ബ്ലോക്കിനായി കാസ്റ്റ് ഇരുമ്പ് പ്രധാനമായും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. എ. ഇതിന് ശബ്ദ ഡാമ്പിംഗ് ഗുണങ്ങളുണ്ട്. ബി. ഇതിന് താപവികാസത്തിന്റെ ഗുണകത്തിന്റെ കുറഞ്ഞ മൂല്യമുണ്ട്. സി. അതിന്റെ നേരിയ പോറസ് സ്വഭാവം കാരണം. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഡി. ഓൾ ഓഫ് ദി അബവ്. 33. The purpose of the gear teeth around the flywheel is. ഫ്ലൈവീലിനു ചുറ്റുമുള്ള ഗിയർ പല്ലുകളുടെ ഉദ്ദേശ്യം. A. To engage with starter motor. B. To connect with camshaft. C. To engage with clutch disc. D. To engage with distributor. Answer A. To engage with starter motor. 34. The crankshaft carries a vibration damper in order to control the dash vibration caused by the power impulses. പവർ ഇമ്പൾസുകൾ മൂലമുണ്ടാകുന്ന ഡാഷ് വൈബ്രേഷൻ നിയന്ത്രിക്കുന്നതിന് ക്രാങ്ക്ഷാഫ്റ്റിൽ ഒരു വൈബ്രേഷൻ ഡാമ്പർ ഉണ്ട്. A longitudinal vibration. C. Torsional vibration. B. Lateral vibration. D. None of these. Answer C. Torsional vibration. 35. The distance between the axis of the main journal and the crankpin center lines is exactly 1/2 of the engine stroke and is called. പ്രധാന ജേണലിന്റെ അച്ചുതണ്ടും ക്രാങ്ക്പിൻ സെന്റർ ലൈനുകളും തമ്മിലുള്ള ദൂരം എഞ്ചിൻ സ്ട്രോക്കിന്റെ കൃത്യമായ പകുതിയാണ്. ഇതിനെ ഇങ്ങനെ വിളിക്കുന്നു. A side crank. C. Crank pin length. B. Crank radius. D. Crank throw. Answer D. Crank throw. 36. The dash is used to measure bearing clearance. ബെയറിംഗ് ക്ലിയറൻസ് അളക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. A metal rule. B. Vernier caliper. C. Plastic gauge. D. Dial gauge. Answer C. Plastic gauge. 37. Technician A says that the valve rotates slightly as it opens. Technician B says that the valve rotates slightly as it closes. Who is right? ടെക്നീഷ്യൻ എ പറയുന്നത് വാൽവ് തുറക്കുമ്പോൾ ചെറുതായി കറങ്ങുന്നു എന്നാണ്. ടെക്നീഷ്യൻ ബി പറയുന്നത് വാൽവ് അടക്കുമ്പോൾ ചെറുതായി കറങ്ങുന്നു എന്നാണ്. ആരാണ് ശരി? A only. B. B only. C. Both A and B. D. Neither A nor B. Answer C. Both A and B. 38. Camshaft in an engine is always mounted. A. Inclined to the crankshaft. C. Parallel to the crankshaft. B. Perpendicular to the crankshaft. D. None of these. ഒരു എഞ്ചിനിലെ കാംഷാഫ്റ്റ് എല്ലായ്പ്പോഴും ഘടിപ്പിച്ചിരിക്കുന്നു. എ. ക്രാങ്ക്ഷാഫ്റ്റിന് ചരിഞ്ഞിരിക്കുന്നു. സി. ക്രാങ്ക്ഷാഫ്റ്റിന് സമാന്തരമായി. ബി. ക്രാങ്ക്ഷാഫ്റ്റിന് ലംബമായി. ഡി. ഇവയൊന്നുമില്ല. ആൻസർ സി. പാരലൽ ടു ദ ക്രാങ്ക്ഷാഫ്റ്റ്. 39. Dash is a type of cylinder head. The intake and exhaust port passages open on opposite sides of the engine. ഡാഷ് എന്നത് ഒരുതരം സിലിണ്ടർ ഹെഡാണ്. എഞ്ചിന്റെ എതിർവശങ്ങളിൽ തുറക്കുന്ന ഇൻടേക്ക്, എക്സ്ഹോസ്റ്റ് പോർട്ട് പാസേജുകൾ. A counter flow. B. Cross flow. C. Radial flow. D. None of these. Answer B. Cross flow. 40. Which tool is used to remove the ridge at the cylinder top? സിലിണ്ടർ മുകളിലെ റിഡ്ജ് നീക്കം ചെയ്യാൻ ഏത് ഉപകരണം ഉപയോഗിക്കുന്നു? A ridge reamer. B. Ridge hammer. C. Ridge driller. D. None of these. Answer A. Ridge reamer. 41. In dash type of radiator cause, the coolant flows through tubes and air passes around them. കൂളന്റ് ട്യൂബുകളിലൂടെ ഒഴുകുകയും അവയ്ക്ക് ചുറ്റും വായു കടന്നുപോകുകയും ചെയ്യുന്നു. A tubular type. B. Cellular type. C. Pipe core. D. Split core. Answer A. Tubular type. 42. In modern engines, instead of an overflow pipe, dash is connected with the radiator. It receives the excess coolant as the engine temperature increases. ആധുനിക എഞ്ചിനുകളിൽ ഓവർഫ്ലോ പൈപ്പിന് പകരം ഡാഷ് റേഡിയേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എഞ്ചിൻ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് അധിക കൂളന്റ് സ്വീകരിക്കുന്നു. A reserve tank. B. Expansion reservoir. C. Radiator upper reservoir. D. Radiator lower reservoir. Answer B. Expansion reservoir. 43. Commonly used corrosion inhibitors in a cooling system are. ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കോറഷൻ ഇൻഹിബിറ്ററുകൾ ഇവയാണ്. A. Silicates and chromates. C. Sulfates and chlorides. B. Iodates and bromates. D. None of these. Answer A. Silicates and chromates. 44. The dash lubrication system is suitable for the vehicle may have to work in an inclined position. ഡാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം വാഹനത്തിന് അനുയോജ്യമാണ്. ഒരു ചരിഞ്ഞ സ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. A. Wet sump lubrication. C. Pressure lubrication system. B. Splash lubrication system. D. Dry sump lubrication system. Answer D. Dry sump lubrication system. 45. Semi-solid lubricant is. സെമിസോളിഡ് ലൂബ്രിക്കന്റ്.
A animal oil. B. Vegetable oil. C. Soapstone. D. Grease. Answer, D. Grease. 46. The oil pump used in a lubrication system. Lubrication സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഓയിൽ പമ്പ്. A gear pump. B. Rotor pump. C. Plunger pump. D. All of these. Answer, D. All of these. 47. The positive crankcase ventilation PCV the system is that it A. Mixes fuel with air. B. Promotes combustion by creating a swirling movement in the air-fuel mixture. C. Returns blow by gases from the crankcase to the intake system. D. Feeds blow by gases to the exhaust manifold. പോസിറ്റീവ് ക്രാങ്ക്കേസ് വെന്റിലേഷൻ പിസിവി സിസ്റ്റത്തിന്റെ അർത്ഥം എ. ഇന്ധനം വായുവുമായി കലർത്തുന്നു. ബി. വായു ഇന്ധന മിശ്രിതത്തിൽ ഒരു ഭ്രമണചലനം സൃഷ്ടിച്ചുകൊണ്ട് ജ്വലനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സി. ക്രാങ്ക്കേസിൽ നിന്ന് ഇൻടേക്ക് സിസ്റ്റത്തിലേക്ക് ബ്ലോ ബൈ വാതകങ്ങൾ തിരികെ നൽകുന്നു. ഡി. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡിലേക്ക് ബ്ലോ ബൈ വാതകങ്ങൾ നൽകുന്നു. ആൻസർ, സി. റിട്ടേൺസ് ബ്ലോ ബൈ gases from the crankcase to the intake system. 48. The bellow type thermostat, bellows filled with dash material, dash മെറ്റീരിയൽ നിറച്ച ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ്. A. Wax. B. Acetone. C. Sulfur. D. None of these. Answer, B. Acetone. 49. Water circulation in a thermosiphon cooling system is caused by ഒരു തെർമോസിഫോൺ കൂളിംഗ് സിസ്റ്റത്തിലെ ജലചംക്രമണം ഇനിപ്പറയുന്ന കാരണങ്ങളാൽ സംഭവിക്കുന്നു. A. Water pump. B. The difference in densities of the water. C. A belt-driven water impeller. D. The difference in pressures of the water. Answer, B. The difference in densities of the water. 50. Which of the following is not a positive displacement pump? ഇനിപ്പറയുന്നവയിൽ ഏതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് അല്ലാത്തത്? A vane pump. B. Lobe pump. C. Centrifugal pump. D. Piston pump. Answer, C. Centrifugal pump. 51. In spark ignition system the two fuel systems are used there. സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ രണ്ട് ഇന്ധന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അവ ഇവയാണ്: A. Carbureted and diesel. B. Fuel injection and diesel. C. Port and throttle body. D. Fuel injected and carbureted. സ്പാർക്ക് ഇഗ്നിഷൻ സി എഞ്ചിനുകളിൽ ഇന്ധനം വായു മിശ്രിതം തീ കൊളുത്തുന്നത് സ്പാർക്കിലൂടെ ആയതിനാൽ അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധന സംവിധാനങ്ങൾ കാർബറേറ്റഡ് സിസ്റ്റം, ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, ഡീസൽ സിസ്റ്റം. കംപ്രഷൻ ഇഗ്നിഷൻ സിയ എഞ്ചിനുകളിലേക്കാണ്, സി എഞ്ചിനിലല്ല. അതിനാൽ ശരിയായ ഉത്തരം ഡി. ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആൻഡ് കാർബറേറ്റഡ്. 52. In electric fuel pump all the following are true except A. It may be mounted in line or in tank. B. It mounts on the cylinder block or head. C. It shuts off if the ignition switch opens. D. It reduces the possibility of vapor lock. ഇലക്ട്രിക് ഇന്ധന പമ്പിൽ ഇനിപ്പറയുന്നവ ഒഴികെയുള്ളവയെല്ലാം ശരിയാണ്. എ. ഇത് ഇൻലൈനിലോ ഇൻടാങ്കിലോ ഘടിപ്പിക്കാം. ബി. ഇത് സിലിണ്ടർ ബ്ലോക്കിലോ ഹെഡിലോ ഘടിപ്പിക്കാം. സി. ഇഗ്നിഷൻ സ്വിച്ച് തുറന്നാൽ അത് ഓഫാകും. ഡി. ഇത് വേപ്പർ ലോക്കിന്റെ സാധ്യത കുറക്കുന്നു. Answer, B. It mounts on the cylinder block or head. 53. Serviceman A. says valve on cap of the fuel tank is to prevent pressure build-up in the tank. Serviceman B. says same has to use to prevent the vacuum build-up in the tank. Who is right? ഇന്ധന ടാങ്കിന്റെ തൊപ്പിയിലെ വാൽവ് ടാങ്കിൽ മർദ്ദം അടിഞ്ഞുകൂടുന്നത് തടയാനാണെന്ന് സർവീസ്മാൻ എ പറയുന്നു. ടാങ്കിലെ വാക്വം അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇത് ഉപയോഗിക്കണമെന്ന് സർവീസ്മാൻ ബി പറയുന്നു. ആരാണ് ശരി? A. Serviceman A. C. Both A and B. B. Serviceman B. D. Neither A nor B. Answer, C. Both A and B. 54. The dual exhaust system has a crossover pipe to. ഡ്യുവൽ എക്സോസ്റ്റ് സിസ്റ്റത്തിന് ഇനിപ്പറയുന്നവ ചെയ്യാൻ ഒരു ക്രോസ്ഓവർ പൈപ്പ് ഉണ്ട്. A. To increase engine power. B. Helps to exhaust more freely. C. Help to reduce noise. D. All the above. Answer, D. All the above. 55. The lowest possible back pressure in the exhaust system is produced by. എക്സോസ്റ്റ് സിസ്റ്റത്തിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ബാക്ക് പ്രഷർ ഉത്പാദിപ്പിക്കുന്നത് A. Exhaust runners. B. Headers. C. Control valves. D. Mufflers. Answer, D. Mufflers. 56. To relieve fuel pressure is to remove the fuel pump fuse and the. ഇന്ധനമർദ്ദം ഒഴിവാക്കാൻ ഇന്ധന പമ്പ് ഫ്യൂസ് നീക്കം ചെയ്യുക എന്നതാണ്. A. Open the fuel line. B. Wait 2 hours. C. Run the engine until it stalls. D. Check for trouble code. Answer, C. Run the engine until it stalls. 57. When replacing a fuel injector, O-rings are coated with. ഒരു ഇന്ധന ഇഞ്ചക്ടർ മാറ്റിസ്ഥാപിക്കുമ്പോൾ O-rings ഇവ ഉപയോഗിച്ച് പൂശുന്നു. A. Gasoline. B. Silicone rubber sealant. C. Gasket sealer. D. Clean engine oil. ഫ്യൂൽ ഇഞ്ചക്ട് മാറ്റുമ്പോൾ O-rings എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാനും കേടുപാടുകൾ ഒഴിവാക്കാനും ക്ലീൻ എഞ്ചിൻ ഓയിൽ കൊണ്ട് ലഘുവായി പൂശുന്നു. അതിനാൽ ശരിയായ ഉത്തരം ഡി. ക്ലീൻ എഞ്ചിൻ ഓയിൽ. 58.
Speed of the engine at the time of engine RPM drop test should. Engine RPM drop test സമയത്ത് എഞ്ചിന്റെ വേഗത A drop മിനിറ്റിൽ 50 revolution or more. B increase മിനിറ്റിൽ 50 revolution or more. C not change. D drop to 0 as the engine stalls. Answer A drop മിനിറ്റിൽ 50 revolution or more. 59. If there is no flow in EGR the causes found are. EGRൽ ഒഴുക്ക് ഇല്ലെങ്കിൽ കണ്ടെത്തിയ കാരണങ്ങൾ ഇവയാണ്. A engine overheating. B excessive NOx in the exhaust gas. C detonation. D all the above. Answer D all the above. 60. Trouble indicated in catalytic converter by all the following except. കാറ്റലിറ്റിക് കൺവെർട്ടറിൽ ഇനിപ്പറയുന്നവ ഒഴികെയുള്ള എല്ലാ കാരണങ്ങളാലും സൂചിപ്പിച്ചിരിക്കുന്ന പ്രശ്നം. A small particles coming out the tailpipe. B a rotten egg smell. C excessive exhaust noise. D a defective oxygen sensor. കാറ്റലിറ്റിക് കൺവെർട്ടർ തകരാറിലാണെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ. ടെയിൽ പൈപ്പിൽ നിന്ന് ചെറിയ കണങ്ങൾ പുറത്തുവരുക, കൺവെർട്ടർ ഉള്ളിലെ സബ്സ്ട്രേറ്റ് തകരാറ്, റോട്ടൻ എഗ് സ്മെൽ, ചീഞ്ഞ മുട്ടയുടെ ഗന്ധം, സൾഫർ കോമ്പൗണ്ട്സ് ശരിയായി കൺവേർട്ട് ആവാത്തത്, എക്സസീവ് എക്സോസ്റ്റ് നോയ്സ്, കൺവെർട്ടർ ഉള്ളിലെ ഹണികോം തകരുമ്പോൾ റാത്തലിംഗ് നോയ്സ്. ഡിഫക്റ്റീവ് ഓക്സിജൻ സെൻസർ കൺവെർട്ടറിന്റെ ലക്ഷണമല്ല, അത് എഞ്ചിൻ കൺട്രോൾസിലുള്ള ഒരു പ്രശ്നമാണ്, കൺവെർട്ടർ ട്രബിളിന്റെ ഇൻഡിക്കേഷനായി കണക്കാക്കില്ല. അതിനാൽ ശരിയായ ഉത്തരം ഡി എ ഡിഫക്റ്റീവ് ഓക്സിജൻ സെൻസർ. 61. For rotating parts of the clutch the inertia should be. ക്ലച്ചിന്റെ കറങ്ങുന്ന ഭാഗങ്ങൾക്ക് ജഡത്വം ഇതായിരിക്കണം. A maximum. B minimum. C 0. D none of the above. Answer B minimum. 62. For the maximum life of clutch facing the rubbing speed at the time of engagement while the pressure intensity are not exceed to. സമ്മർദ്ദ തീവ്രത കവിയാത്ത സമയത്ത് ഉരസുന്ന വേഗതയെ അഭിമുഖീകരിക്കുന്ന ക്ലച്ചിന്റെ പരമാവധി ആയുസ്. A 30 മില്ലിസെക്കൻഡ് ടു 100 കിലോപാസ്കാൽ. B 35 മില്ലിസെക്കൻഡ് ടു 120 കിലോപാസ്കാൽ. C 40 മില്ലിസെക്കൻഡ് ടു 110 കിലോപാസ്കാൽ. D 45 മില്ലിസെക്കൻഡ് ടു 120 കിലോപാസ്കാൽ. ആൻസർ A 30 മില്ലിസെക്കൻഡ് ടു 100 കിലോപാസ്കാൽ. 63. മേജർ കോസ് ഫോർ ദ ക്ലച്ച് സ്പിൻ മേ ബി. ക്ലച്ച് സ്പിന്നിനുള്ള പ്രധാന കാരണം ഇവയാകാം. A excessive free pedal play. B oil or grease on friction facing. C pressure plate warped. D all the above. Answer D all the above. 64. Pulsation of the clutch pedal caused by. ക്ലച്ച് പെഡലിന്റെ പൾസേഷൻ ഇനിപ്പറയുന്ന കാരണങ്ങളാൽ സംഭവിക്കുന്നു. A misalignment of engine and transmission. B worn out splines. C pressure plate wrapped. D none of the above. Answer A misalignment of engine and transmission. 65. When can we notice the clutch dragging? ക്ലച്ച് വലിച്ചു നീട്ടുന്നത് നമുക്ക് എപ്പോൾ കാണാൻ കഴിയും? A at road speed. C during acceleration. B while shifting gears. D at high speed. Answer B while shifting gears. 66. The transaxle dual range input shaft has. Transaxle dual range input shaftന് ഇവയുണ്ട്. An output shaft with ring gears. C 2 counter gears. B an input shaft with 2 pinion gears. D 2 overdrive ratios. Answer B an input shaft with 2 pinion gears. 67. In automatic transmission, one end of the band is anchored to the transmission case and other end is linked to. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ബാൻഡിന്റെ ഒരു അറ്റം ട്രാൻസ്മിഷൻ കേസുമായി നങ്കൂരമിട്ടിരിക്കുന്നു, മറ്റേ അറ്റം ഇവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. A clutch. B a servo. C a drum. D an accumulator. Answer B a servo. 68. The plunger in the shift solenoid in an electronic shift transmission. A pushes against one end of the shift valve. B pulls on the band to release it. C pushes against a clutch to engage it. D rise to open a fluid passage when turned on. ഒരു ഇലക്ട്രോണിക് ഷിഫ്റ്റ് ട്രാൻസ്മിഷനിലെ ഷിഫ്റ്റ് സോളിനോയിഡിലെ പ്ലങ്കർ എ ഷിഫ്റ്റ് വാൽവിന്റെ ഒരു അറ്റത്ത് തള്ളുന്നു. ബി അത് റിലീസ് ചെയ്യാൻ ബാൻഡിൽ വലിക്കുന്നു. സി ഒരു ക്ലച്ചിൽ ഇടപഴകാൻ അമർത്തുന്നു. ഡി ഓണാക്കുമ്പോൾ ഒരു ദ്രാവക പാത തുറക്കാൻ ഉയരുന്നു. ആൻസർ ഡി റൈസ് ടു ഓപ്പൺ എ ഫ്ലൂയിഡ് പാസേജ് വെൻ ടേൺഡ് ഓൺ. 69. At normal line pressure the vehicle moves in reverse but not in the forward gear. Due to. സാധാരണ ലൈൻ മർദ്ദത്തിൽ വാഹനം പിന്നിലേക്ക് നീങ്ങുന്നു, പക്ഷേ ഫോർവേഡ് ഗിയറിലല്ല. കാരണം. A slipping stator clutch. C broken output clutch. B burnt clutch. D stack governor. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഫോർവേഡ് ഗിയർ പ്രവർത്തിക്കാൻ പ്രധാനമായും ഫോർവേഡ് ക്ലച്ച് ആണ് ഉപയോഗിക്കുന്നത്. ലൈൻ പ്രഷർ സാധാരണ നിലയിലുണ്ടായിട്ടും റിവേഴ്സ് ഗിയർ ശരിയായി പ്രവർത്തിക്കുന്നു, പക്ഷേ ഫോർവേഡ് ഗിയർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സാധാരണ കാരണം ഫോർവേഡ് ക്ലച്ച് ബേൺഡ് വോൺ ഔട്ട് ആയിരിക്കും. അതിനാൽ ശരിയായ ഉത്തരം ബി ബേൺ ക്ലച്ച്. 70. The clutch should be able to transmit maximum torque of the engine under all condition. It is usually designed to transmit the maximum engine torque of. എല്ലാ സാഹചര്യങ്ങളിലും എഞ്ചിന്റെ പരമാവധി ടോർക്ക് കൈമാറാൻ ക്ലച്ചിന് കഴിയണം.
സാധാരണയായി പരമാവധി എഞ്ചിൻ ടോർക്ക് കൈമാറുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. A75-100%, B100-125%, C125-150%, D150-175%. ആൻസർ C125-150%. 71. Which change can be noticed by an automatic level control? ഒരു ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളിന് എന്ത് മാറ്റം കാണാൻ കഴിയും? A load in the rear of the car, B speed of the car, C air pressure on the tires, D load in the front of the car. Answer: A load in the rear of the car. 72. In lower control arm steering knuckle is attached by ലോവർ കൺട്രോൾ ആമിൽ സ്റ്റിയറിംഗ് നക്കിൾ ഇനിപ്പറയുന്ന രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. A kingpin, C bushing, B tension strut, D ball joint. Answer: D ball joint. 73. The effect of rear end torque occurs. പിൻവശത്തെ ടോർക്കിന്റെ പ്രഭാവം സംഭവിക്കുന്നത് A during braking, B during acceleration, C as the front end rise, D only when the front suspension is defective. Answer: B during acceleration. 74. In hydraulic system air can enter because of A self-adjuster is not working, B failure of one section of the hydraulic system, C linings contaminated with oil or brake fluid, D low fluid level in master cylinder. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വായു പ്രവേശിക്കാൻ കഴിയുന്നത് ഇനിപ്പറയുന്ന കാരണങ്ങളാൽ എ സെൽഫ് അഡ്ജസ്റ്ററുകൾ പ്രവർത്തിക്കുന്നില്ല, ബി ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പരാജയം, സി ഓയിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കൊണ്ട് മലിനമായ ലൈനിങ്ങുകൾ, ഡി മാസ്റ്റർ സിലിണ്ടറിലെ കുറഞ്ഞ ദ്രാവകനില. ആൻസർ: ഡി ലോ ഫ്ലൂയിഡ് ലെവൽ ഇൻ മാസ്റ്റർ സിലിണ്ടർ. 75. For the front and rear tires inflation pressures recommendation on the car is listed in the മുൻവശത്തെയും പിൻവശത്തെയും ടയറുകൾക്കുള്ള ഇൻഫ്ലേഷൻ പ്രഷർ ശുപാർശ കാറിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. A VECI label, B tire information label, C VIN number, D sidewall markings. Answer: B tire information label. 76. Unspring weight is reduces by സ്പ്രിംഗ് ചെയ്യാത്ത ഭാരം ഇനിപ്പറയുന്ന രീതിയിൽ കുറക്കുന്നു. A steel, C aluminum, B cast iron, D none of the above. Answer: C aluminum. 77. What is the remedy for excessive radial runout? അമിതമായ റേഡിയൽ റണ്ണൌട്ടിനുള്ള പ്രതിവിധി എന്താണ്? A replace the tire, B reposition the wheel on the hub, C remove the balance weight causing the distortion, D reposition the tire on the wheel. Answer: D reposition the tire on the wheel. 78. Rapid wear with feathered edge on the tread due to ത്രെഡിൽ തൂവൽ അരികുകളുള്ള ദ്രുത തേയ്മാനം കാരണം, A overloading, C insufficient air pressure, B over inflation, D incorrect wheel alignment. Answer: D incorrect wheel alignment. 79. Sway bar connects between two lower control arms when the vehicle moves around the curve the body. വാഹനം വളവിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ട് താഴ്ന്ന നിയന്ത്രണ ആയുധങ്ങൾക്കിടയിൽ സ്വേ ബാർ ബന്ധിപ്പിക്കുന്നു. A leans inward, B leans outward, C no action, D none of the above. Answer: B leans outward. 80. The major cause for the shimmy effect is ഷിമ്മി ഇഫക്റ്റിനുള്ള പ്രധാന കാരണം A wearing out of hub bearing, C overloading, B low tire pressure, D incorrect wheel alignment. Answer: A wearing out of hub bearing. 81. The Davis steering gear mechanism has A less number of sliding pairs resulting in low friction, B less number of sliding pairs resulting in high friction, C more number of sliding pairs resulting in low friction, D more number of sliding pairs resulting in high friction. ഡേവിസ് സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസത്തിന് ഇവയുണ്ട്. എ കുറഞ്ഞ ഘർഷണത്തിന് കാരണമാകുന്ന സ്ലൈഡിംഗ് ജോഡികളുടെ എണ്ണം കുറവാണ്, ബി ഉയർന്ന ഘർഷണത്തിന് കാരണമാകുന്ന സ്ലൈഡിംഗ് ജോഡികളുടെ എണ്ണം കുറവാണ്, സി കുറഞ്ഞ ഘർഷണത്തിന് കാരണമാകുന്ന കൂടുതൽ സ്ലൈഡിംഗ് ജോഡികളുടെ എണ്ണം, ഡി ഉയർന്ന ഘർഷണത്തിന് കാരണമാകുന്ന കൂടുതൽ സ്ലൈഡിംഗ് ജോഡികളുടെ എണ്ണം. ആൻസർ: ഡി more number of sliding pairs resulting in high friction. 82. In recirculating ball-type steering gearbox the backlash between the sector and the external teeth on the nut is adjusted by A turning a screw till the required adjustment is effected, B help of adjuster nut, C adding shims to the damper cover plate, D adding shims to the bearing cover plate. റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ സെക്ടറിനും നട്ടിലെ ബാഹ്യ പല്ലുകൾക്കുമിടയിലുള്ള ബാക്ക്ലാഷ് ക്രമീകരിക്കുന്നത് എ ആവശ്യമായ ക്രമീകരണം പ്രാബല്യത്തിൽ വരുന്നതുവരെ ഒരു സ്ക്രൂ തിരിക്കുന്നതിലൂടെ, ബി അഡ്ജസ്റ്റർ നട്ടിന്റെ സഹായം, സി ഡാംബർ കവർ പ്ലേറ്റിലേക്ക് ഷിമ്മുകൾ ചേർക്കുന്നതിലൂടെ, ഡി ബെയറിംഗ് കവർ പ്ലേറ്റിലേക്ക് ഷിമ്മുകൾ ചേർക്കുന്നതിലൂടെ. ആൻസർ: A turning a screw till the required adjustment is effected. 83. The purpose of positive caster on wheels is to A counteracts the effect of centrifugal force and causes rolling in of the vehicle,
B. Aids the centrifugal force and causes rolling out of the vehicle. C. Prevent uneven tire wear. D. Bring the wheel to toe out. വീലുകളിലെ പോസിറ്റീവ് കാസ്റ്ററിന്റെ ഉദ്ദേശ്യം എ. അപകേന്ദ്രബലത്തിന്റെ ഫലത്തെ പ്രതിരോധിക്കുകയും റോളിംഗ് ഗെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു വാഹനം. ബി. അപകേന്ദ്രബലത്തെ സഹായിക്കുകയും വാഹനം ഉരുളാൻ കാരണമാവുകയും ചെയ്യുന്നു. സി. അസമമായ ടയർ തേയ്മാനം തടയുന്നു. ഡി. ചക്രം ടോ ഔട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആൻസർ ബി. Aids the centrifugal force and causes rolling out of the vehicle. 84. The steering rod wheel stub axles must be able to twist through a maximum steering angle of dash either side of straight ahead position. സ്റ്റിയറിംഗ് റോഡ് വീൽ സ്റ്റബ് ആക്സിലുകൾ നേരായ മുൻവശത്തുള്ള സ്ഥാനത്തിന്റെ ഇരുവശത്തുമുള്ള ഡാഷിന്റെ പരമാവധി സ്റ്റിയറിംഗ് ആംഗിളിലൂടെ വളച്ചൊടിക്കാൻ കഴിയണം. എ 20 ഡിഗ്രി, ബി 40 ഡിഗ്രി, സി 60 ഡിഗ്രി, ഡി 80 ഡിഗ്രി. ആൻസർ ബി 40 ഡിഗ്രി. 85. എക്സ്ട്രീം ഷേക്കിംഗ് ഇൻ എ സ്റ്റിയറിംഗ് കൻ ബി കോൾഡ് ആസ്. സ്റ്റിയറിംഗിലെ അമിതമായ കുലുക്കത്തെ ഇങ്ങനെ വിളിക്കാം. എ ഡ്രിഫ്റ്റിംഗ്, സി സ്പീഡ് വോബിൾ, ബി ഗ്രൈൻഡിംഗ് നോയ്സസ്, ഡി സ്റ്റിയറിംഗ് വീൽ ലൂസ്നെസ്. ആൻസർ സി സ്പീഡ് വോബിൾ. സ്റ്റിയറിംഗിൽ അമിതമായി നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കുലുക്കം അനുഭവപ്പെടുന്നതിനെ സ്പീഡ് വോബിൾ എന്നാണ് വിളിക്കുന്നത്. 86. ദി ആക്സൽ വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വീൽ അലൈൻമെന്റ് ആൻഡ് ഹാൻഡിൽ സൈഡ് ത്രസ്റ്റ് ആൻഡ് ഡ്രൈവിംഗ് ടോർക്ക് ഇസ് കോൾഡ് ആസ്. വീൽ അലൈൻമെന്റ് നിലനിർത്താൻ സഹായിക്കുന്നതും സൈഡ് ത്രസ്റ്റും ഡ്രൈവിംഗ് ടോർക്കും കൈകാര്യം ചെയ്യുന്നതുമായ ആക്സിലിനെ ഇങ്ങനെ വിളിക്കുന്നു. എ സെമി ഫ്ലോട്ടിംഗ് ആക്സൽ, സി 3/4 ഫ്ലോട്ടിംഗ് ആക്സൽ, ബി ഫുൾ ഫ്ലോട്ടിംഗ് ആക്സൽ, ഡി ഫ്രണ്ട് ആക്സൽ. ആൻസർ സി 3/4 ഫ്ലോട്ടിംഗ് ആക്സൽ. 87. ഇൻ ഹോച്ച്കിസ് ഡ്രൈവ് ദ റിയർ എൻഡ് ടോർക്ക് ഇസ് അബ്സോർബ്ഡ് ബൈ. ഹോച്ച്കിസ് ഡ്രൈവിൽ പിൻഭാഗത്തെ ടോർക്ക് ആഗിരണം ചെയ്യുന്നത് എ ടോർക്ക് ട്യൂബ്, ബി റിയർ സ്പ്രിംഗ്, സി റേഡിയസ് റോഡ്സ്, ഡി ആക്സൽ. ആൻസർ ബി റിയർ സ്പ്രിംഗ്. 88. The drive shafts are connected to the differential and wheel hubs through universal joints because the universal joints absorb the vibrations transferred from the surface of the road. We compensate for variations in the relative positions of the differential and the wheels which result from bumpy road surfaces or other similar driving conditions. C. Absorb any difference in speed between the left and right wheels when the vehicle is turning. D. None of the above. ഡ്രൈവ് ഷാഫ്റ്റുകൾ ഡിഫറൻഷ്യൽ വീൽ ഹബ്ബുകളുമായി സാർവത്രിക സന്ധികൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. കാരണം യൂണിവേഴ്സൽ സന്ധികൾ ഇവയാണ്. എ. റോഡിന്റെ ഉപരിതലത്തിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വൈബ്രേഷനുകളെ ആഗിരണം ചെയ്യുന്നു. ബി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് പ്രതലങ്ങളിൽ നിന്നോ മറ്റ് സമാനമായ ഡ്രൈവിംഗ് അവസ്ഥകളിൽ നിന്നോ ഉണ്ടാകുന്ന ഡിഫറൻഷ്യലിന്റെയും ചക്രങ്ങളുടെയും ആപേക്ഷിക സ്ഥാനങ്ങളിലെ വ്യതിയാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നു. സി. വാഹനം തിരിയുമ്പോൾ ഇടത്, വലത് ചക്രങ്ങൾക്കിടയിലുള്ള വേഗതയിലെ ഏതെങ്കിലും വ്യത്യാസം ആഗിരണം ചെയ്യുന്നു. ഡി. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. Answer compensate for variations in the relative positions of the differential and the wheels which result from bumpy road surfaces or other similar driving conditions. 89. Which of the following statements are correct for all-wheel drive systems? 1. Suitable for SUVs and crossovers driven on varying road conditions. 2. Suitable for off-road SUVs with very low traction. 3. Sends power to the front and rear wheels all the time. A. Only 1 and 2. C. Only 1 and 3. B. Only 2 and 3. D. All the above 1, 2 and 3. ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റങ്ങൾക്ക് ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. വ്യത്യസ്ത റോഡ് സാഹചര്യങ്ങളിൽ ഓടിക്കുന്ന എസ്യുവികൾക്കും ക്രോസോവറുകൾക്കും അനുയോജ്യം. 2. വളരെ കുറഞ്ഞ ട്രാക്ഷനുള്ള ഓഫ് റോഡ് എസ്യുവികൾക്ക് അനുയോജ്യം. 3. എല്ലായ്പ്പോഴും മുൻ, പിൻ ചക്രങ്ങളിലേക്ക് പവർ അയക്കുന്നു. എ മാത്രം 1 ഉം 2 ഉം, സി മാത്രം 1 ഉം 3 ഉം, ബി മാത്രം 2 ഉം 3 ഉം, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2 ഉം 3 ഉം. ആൻസർ സി ഓൺലി 1 and 3. 90. Sound occurred due to the splines on the axle shafts being worn out is called as. ആക്സിൽ ഷാഫ്റ്റുകളിലെ സ്പ്ലൈനുകൾ തേഞ്ഞുപോകുന്നത് മൂലമുണ്ടാകുന്ന ശബ്ദത്തെ ഇങ്ങനെ വിളിക്കുന്നു. A humming noise. C. Noise when accelerating. B. Knocking noise. D. Noise when turning. Answer B. Knocking noise. 91. Brake torque on the front wheels is absorbed by the A. Knuckle and suspension control arm. B. Axle housing and control arm. C. Axle housing and the leaf spring. D. Brake drum and suspension control arm. മുൻചക്രങ്ങളിലെ ബ്രേക്ക് ടോർക്ക് ഇവയാൽ ആഗിരണം ചെയ്യപ്പെടുന്നു. എ. നക്കിൾ, സസ്പെൻഷൻ കൺട്രോൾ ആം. ബി. ആക്സിൽ ഹൗസിംഗ് ആൻഡ് കൺട്രോൾ ആം. സി. ആക്സിൽ ഹൗസിംഗ് ആൻഡ് ലീഫർ സ്പ്രിംഗ്. ഡി. ബ്രേക്ക് ഡ്രം, സസ്പെൻഷൻ കൺട്രോൾ ആം. ആൻസർ എ നക്കിൾ ആൻഡ് സസ്പെൻഷൻ കൺട്രോൾ ആം. 92. The shoes that provide self-energizing or servo action are known as. സ്വയം ഊർജ്ജസ്വലമാക്കൽ അല്ലെങ്കിൽ സെർവോ ആക്ഷൻ നൽകുന്ന ഷൂസ് ഇവ അറിയപ്പെടുന്നത്. A. Trailing shoes. C. Brake shoes. B. Leading shoes.
D. None of the above. Answer B. Leading shoes. 93. During the application of disc brakes, the reduction of speed is A. Directly proportional to the vehicle weight, B. Inversely proportional to the vehicle weight, C. Directly proportional to the hydraulic pressure acting on each piston, D. Inversely proportional to the hydraulic pressure acting on each piston. ഡിസ്ക് ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ വേഗത കുറയ്ക്കൽ എ. വാഹനഭാരത്തിന് നേരനുപാതം, ബി. വാഹനഭാരത്തിന് നേരനുപാതം, സി. ഓരോ പിസ്റ്റണിലും പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് മർദ്ദത്തിന് നേരനുപാതം, ഡി. ഓരോ പിസ്റ്റണിലും പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് മർദ്ദത്തിന് നേരനുപാതം. ആൻസർ സി. Directly proportional to the hydraulic pressure acting on each piston. 94. The common cause of the car pulling to one side and braking is 1. A fault with the pad or caliper. 2. The brake on one side is grabbing. 3. The brake fluid pressure is low. A. Option 1 and 2. C. Option 1 and 3. B. Option 2 and 3. D. All the above options 1, 2 and 3. ബ്രേക്കിംഗ് സമയത്ത് കാർ ഒരു വശത്തേക്ക് വലിക്കുന്നതിനുള്ള സാധാരണ കാരണം 1. പാഡിലോ കാലിപ്പറിലോ ഉള്ള തകരാർ, 2. ഒരു വശത്തുള്ള ബ്രേക്ക് പിടിച്ചെടുക്കുന്നു, 3. ബ്രേക്ക് ദ്രാവക മർദ്ദം കുറവാണ്. എ. ഓപ്ഷൻ 1 ഉം 2 ഉം, സി. ഓപ്ഷൻ 1 ഉം 3 ഉം, ബി. ഓപ്ഷൻ 2 ഉം 3, ഡി. മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും 1, 2 ഉം 3. ആൻസർ എ. ഓപ്ഷൻ 1 and 2. 95. The brake fluid needs to be replaced depends on a number of factors, such as 1. Wear and damage parts of the brake. 2. Driving habits. 3. Environmental variables like heat and humidity. A. Option 1 and 2. C. Option 1 and 3. B. Option 2 and 3. D. All the above options 1, 2 and 3. ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റിസ്ഥാപിക്കേണ്ടത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് 1. ബ്രേക്കിന്റെ തേയ്മാനവും കേടുപാടുകളും, 2. ഡ്രൈവിംഗ് ശീലങ്ങൾ, 3. ചൂട്, ഈർപ്പം തുടങ്ങിയ പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ. എ. ഓപ്ഷൻ 1 ഉം 2 ഉം, സി. ഓപ്ഷൻ 1 ഉം 3 ഉം, ബി. ഓപ്ഷൻ 2 ഉം 3 ഉം, ഡി. മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും 1, 2 ഉം 3 ഉം. ആൻസർ ഡി. ഓൾ ദി അബവ് ഓപ്ഷൻസ് 1, 2 and 3. 96. The functions of receiver dryer are 1. To filter out any dirt from the refrigerant. 2. To absorb moisture if present in the refrigerant. 3. To trap any refrigerant vapor that did not condense in the condenser. A. Option 1 and 2. B. Option 2 and 3. C. Option 1 and 3. D. All the above options 1, 2 and 3. റിസീവർ ഡ്രയറിന്റെ പ്രവർത്തനങ്ങൾ ഇവയാണ്: 1. റെഫ്രിജറന്റിൽ നിന്നുള്ള ഏതെങ്കിലും അഴുക്ക് ഫിൽട്ടർ ചെയ്യുക. 2. റെഫ്രിജറന്റിൽ ഉണ്ടെങ്കിൽ ഈർപ്പം ആഗിരണം ചെയ്യുക. 3. കണ്ടൻസറിൽ ഘനീഭവിക്കാത്ത ഏതെങ്കിലും റെഫ്രിജറന്റ് നീരാവി പിടിക്കുക. എ. ഓപ്ഷൻ 1 ഉം 2 ഉം, ബി. ഓപ്ഷൻ 2 ഉം 3 ഉം, സി. ഓപ്ഷൻ 1 ഉം 3 ഉം, ഡി. മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും 1, 2 ഉം 3. ആൻസർ ഡി. മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും 1, 2 ഉം 3. 97. Dash compressor provides the greatest cooling capacity per kilogram of compressor weight. കംപ്രസർ ഭാരത്തിന്റെ 1 കിലോയ്ക്ക് ഏറ്റവും ഉയർന്ന തണുപ്പിക്കൽ ശേഷി ഡാഷ് കംപ്രസർ നൽകുന്നു. A York S1 rotary compressor, B. Reciprocating compressor, C. Variable displacement compressor, D. None of the above. Answer A York S1 rotary compressor. 98. In heating system little or no heat may be due to 1. Air leaks around blower case or coolant leaks around heater core. 2. Inefficient air circulation. 3. Presence of air in heater core. A. Option 1 and 2. B. Option 2 and 3. C. Option 1 and 3. D. All the above options 1, 2 and 3. ഹീറ്റിംഗ് സിസ്റ്റത്തിൽ താപം കുറവായതോ ഇല്ലാത്തതോ ആയ കാരണങ്ങൾ ഇവയാകാം: 1. ബ്ലോവർ കേസിന് ചുറ്റുമുള്ള വായു ചോർച്ച അല്ലെങ്കിൽ ഹീറ്റർ കോറിന് ചുറ്റുമുള്ള കൂളന്റ് ചോർച്ച. 2. കാര്യക്ഷമമല്ലാത്ത വായു സഞ്ചാരം. 3. ഹീറ്റർ കോറിൽ വായുവിന്റെ സാന്നിധ്യം. എ. ഓപ്ഷൻ 1 ഉം 2 ഉം, ബി. ഓപ്ഷൻ 2 ഉം 3, സി. ഓപ്ഷൻ 1 ഉം 3, ഡി. മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും 1, 2 ഉം 3. ആൻസർ ബി. ഓപ്ഷൻ 2 and 3. 99. In AC system the air coming from the vents is not cool enough. The causes are: 1. The compressor belt is slipping. 2. Condenser is clogged with debris. 3. Receiver dryer is plugged. A. Option 1 and 2. C. Option 1 and 3. B. Option 2 and 3. D. All the above options 1, 2 and 3. AC സിസ്റ്റത്തിൽ വെന്റുകളിൽ നിന്ന് വരുന്ന വായു വേണ്ടത്ര തണുത്തതല്ല. കാരണങ്ങൾ ഇവയാണ്: 1. കംപ്രസർ ബെൽറ്റ് വഴുതിപ്പോകുന്നു. 2. കണ്ടൻസർ അവശിഷ്ടങ്ങൾ കൊണ്ട് അടഞ്ഞിരിക്കുന്നു.
3 റിസീവർ ഡ്രയർ പ്ലഗ് ചെയ്തിരിക്കുന്നു. എ ഓപ്ഷൻ 1 ഉം 2 ഉം, സി ഓപ്ഷൻ 1 ഉം 3, ബി ഓപ്ഷൻ 2 ഉം 3 ഉം, ഡി മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളും 1, 2 ഉം 3 ഉം. ആൻസർ ഡി ഓൾ ദി അബവ് ഓപ്ഷൻസ് 1, 2 and 3. 100. The thermostatic expansion value meters the required amount of liquid refrigerant into the evaporator for proper cooling action, which varies with the evaporator heat loads is called as. ശരിയായ തണുപ്പിക്കൽ പ്രവർത്തനത്തിനായി ബാഷ്പീകരണത്തിലേക്ക് ആവശ്യമായ ദ്രാവക റെഫ്രിജറന്റിന്റെ അളവ് തെർമോസ്റ്റാറ്റിക് വികാസമൂല്യം അളക്കുന്നു. ഇത് ബാഷ്പീകരണ താപലോഡുകളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. A throttling action, B modulating action, C controlling action, D none of the above. Thermostatic expansion valve TXV ബാഷ്പീകരണത്തിലെ എവാപ്പറേറ്റർ താപലോഡിനെ ആശ്രയിച്ച് റെഫ്രിജറന്റിന്റെ ഒഴുക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നു. താപലോഡ് കൂടുമ്പോൾ വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം കൂടുതൽ റെഫ്രിജറന്റ് വിടുന്നു. താപലോഡ് കുറയുമ്പോൾ വലത്തോട്ട് ചൂണ്ടുന്ന അമ്പടയാളം ഒഴുക്ക് കുറക്കുന്നു. ഇങ്ങനെ ലോഡിനെ അനുസരിച്ച് ഒഴുക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് മോഡ്യുലേറ്റിംഗ് ആക്ഷൻ. അതിനാൽ ശരിയായ ഉത്തരം ബി മോഡ്യുലേറ്റിംഗ് ആക്ഷൻ.